പത്തനംതിട്ട കടമനിട്ട മൗണ്ട് സിയോൺ കോളേജിലെ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച കേസിലെ പ്രതിയായ SFI നേതാവിനെ പിടികൂടാൻ മടിച്ച് പോലീസ്. കേസിലെ ഒന്നാം പ്രതി ജെയ്സൺ ജോസഫിനെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും പോലീസ് പിടികൂടാത്തത്. പ്രതി കോളേജിലും പാർട്ടി പരിപാടികളിലുമായി സ്വൈര്യവിഹാരം നടത്തിയിട്ടും പോലീസ് പിടികൂടുന്നില്ലെന്നാണ് പരാതിക്കാരിയുടെ ആക്ഷേപം. വിദ്യാർത്ഥിനിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി SFI നേതാവും CPM പേരിനാട് ഏരിയ കമ്മിറ്റി അംഗവുമായ ജെയ്സൺ ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിട്ടും ഇയാളെ പിടികൂടാൻ മടിക്കുകയാണ് പോലീസ്. കേസിൽ ജെയ്സൺ ഉൾപ്പെടെ 5 പ്രതികളാണുള്ളത്. മറ്റ് 4 പ്രതികളും 15-ാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാനും അറസ്റ്റ് ചെയ്താൽ ഉപാധികളുടെ ജാമ്യം അനുവദിക്കാനും കോടതി ഉത്തരവിട്ടിരുന്നു. പാർട്ടി പരിപാടികളിലും പൊതുപരിപാടികളിലുമായി ജെയ്സൺ ജോസഫ് ഇപ്പോഴും സമൂഹത്തിൽ സജീവമാണെന്നും ഇത് കോടതിയെ അറിയിക്കുമെന്നും പരാതിക്കാരിയായ പെൺകുട്ടി പറയുന്നു. ഏറ്റവും കൂടുതൽ ജെയ്സൺ ഈ ജാമ്യം തള്ളിയ പ്രതിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കോളേജിലെ പ്രിൻസിപ്പാളാണ്. ഹൈക്കോടതി ജാമ്യം തള്ളിയ ഒരാളിന് കോളേജിൽ വരാനോ പഠിക്കാനോ അനുമതിയില്ല. അതേ സമയത്ത് പ്രിൻസിപ്പാളാണ് എന്ത് തെറ്റ് ചെയ്താലും കോളേജിൽ വരാനും പഠിക്കാനും എല്ലാം ഇവനോട് പറഞ്ഞിട്ട് പ്രിൻസിപ്പാൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് പ്രിൻസിപ്പാളിന്റെ ഒറ്റൊരാളുടെ ഒത്താശ കൊണ്ട് ജെയ്സൺ എന്നും കോളേജിൽ വരുന്നതുകൊണ്ട് പഠിക്കുന്നതുകൊണ്ട് അവൻ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നതുകൊണ്ട്, അതേപോലെ തന്നെ എല്ലാ പാർട്ടി പരിപാടികൾക്കും മനുഷ്യരംഗലയുടെ ഉദ്ഘാടനത്തിനും എല്ലാം ജെയ്സൺ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഇവൻ ഇതുവരെ ഒരു അറസ്റ്റ് ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല. അവൻ കോളേജിൽ വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം 20-നാണ് കോളേജിൽ വെച്ച് SFI പ്രവർത്തകർ നിയമ വിദ്യാർത്ഥിനിയെ ആക്രമിച്ചത്. തുടർന്ന് ആറന്മുള പോലീസിൽ വിദ്യാർത്ഥിനി പരാതി നൽകിയെങ്കിലും SFI നേതാവിനെതിരെ 3 ദിവസത്തിനു ശേഷമാണ് പോലീസ് കേസെടുത്തത്. പക്ഷേ പരാതിക്കാരിയായ വിദ്യാർത്ഥിനിക്കെതിരെയുള്ള SFI പ്രവർത്തകരുടെ പരാതിയിൽ മണിക്കൂറുകൾക്കകം പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തില്ലെന്നാരോപിച്ച് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച 10 യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. ജനം, പത്തനംതിട്ട.